അസ്സലാമലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മള് 19 പേരാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സമയം എല്ലാവർക്കും പ്രശ്നമായിട്ട് പറയാണ്. ഏഹ് അത് പ്രശ്നമില്ലാത്ത ആളുകളാണ് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇത് എന്നെ തന്നെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ സൺഡേ ഒക്കെ ആവുമ്പോ നമ്മൾ കടന്നു പോകും അല്ലേ? അപ്പൊ 6:30ഒക്കെയാണ്, കുറച്ചു നേരം കിടക്കാം, എന്നിട്ട് എണീറ്റിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് കിടക്കും. അപ്പോ ആ ഒരു കിടത്തത്തിൽ നിന്ന് എണീക്കാനും എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ചെയ്യണ്ടേ? ഒന്ന് ഒരു കുറച്ച് ഉറക്കം കളയാൻ തയ്യാറാവുമ്പോഴൊക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊക്കെ തോന്നുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഒരു സമയത്ത് സെലക്ട് ചെയ്യണത്. പിന്നെ വളരെ രസകരമായിട്ടുള്ളൊരു സമയമാണ്. ഞാൻ ഈ സമയത്ത് ഉറങ്ങലൊന്നുമില്ല, എന്നാലും ഞാനങ്ങനെ പറഞ്ഞതാണ്. കുറച്ച് പിന്നെ എന്താ പറയാ, നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നിയാലല്ലേ ഉള്ളൂ ഉം, എന്താ പറയാ, അതിലൊരു രസമുള്ളൂ അല്ലേ? ഇൻഷാ അല്ലാ. ഒറ്റ മിനിറ്റ് കേട്ടോ, എനിക്കിങ്ങനെ ഷെയ്ഡ് വീഴുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഷെയ്ഡ് വീഴുന്നു, ലൈറ്റ് ഇങ്ങോട്ടായതുകൊണ്ട്. ഞാൻ ഒന്ന് വീഡിയോ ഓഫ് ആക്കണ്ടേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോഴും ഉണ്ട് അല്ലേ ചെറിയൊരു പ്രശ്നം? പിന്നെ കുട്ടികളൊക്കെ പറഞ്ഞു, ടീനേജ് കുട്ടികളൊക്കെ ഈ സമയത്ത് ഉറങ്ങാൻ ഇരിക്കുന്ന സമയമാണ്. രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടാണ് പിന്നെ കിടക്കുക. അതുകൊണ്ട് എണീക്കാൻ കുറച്ചു നേരം വൈകും എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഇൻഷാല്ലാ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ച് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച ഒരു സെഷൻ ആണല്ലോ, പരിപാടിയാണല്ലോ. അപ്പൊ അങ്ങനെ മെല്ലെ മെല്ലെ ഒരു 6:30-ക്കോ 7 മണിക്കോ ഒക്കെ എണീറ്റ് അങ്ങനെ 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 അതങ്ങോട്ട് ശീലമായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എണീക്കും അല്ലെ? എന്തെങ്കിലും നമുക്ക് കിട്ടി തുടങ്ങുന്നുണ്ട്, എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ട് എന്നാകുമ്പോൾ എന്താണെങ്കിലും നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവും. നമ്മളെ ലൈഫൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠം അതാണ് അല്ലെ? ഇൻഷാല്ല. ഇന്ന് പിന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള വിഷയം കഴിഞ്ഞ വിഷയത്തോടു കൂടി തന്നെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒന്നാണ്. അറിവിനപ്പുറമുള്ള ധ്യാനം എന്നാണ് ഞാൻ അതിനെ എന്റേതായ ഒരു ഭാഷ കൊടുത്തത്. പലപ്പോഴും ജീവിതത്തിൽ അനുഭവങ്ങൾക്ക് നമുക്ക് ഭാഷ കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരിക. അനുഭവിച്ച ചില സാധനങ്ങൾ കണ്ടതിനെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ വർണ്ണിക്കാൻ ശ്രമിച്ചേക്കാം, എഴുതിയിട്ടോ പറഞ്ഞിട്ടോ ഒക്കെ. കേട്ടതിനെ കുറിച്ചും നമുക്ക് ചിലപ്പോൾ വർണ്ണിക്കാൻ കഴിയും. അനുഭവിച്ച കാര്യങ്ങൾക്ക് ഇത്തിരി പ്രയാസമാണ്. അതിന് വാക്കുകൾ കൊടുക്കുക, അതിന് ലാംഗ്വേജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ് അല്ലേ? അപ്പോ അതിനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവിടെ അതാണ് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഹൃദയവും ഹൃദയവും ആത്മാവും ആത്മാവും തമ്മിൽ സംസാരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ മാത്രമേ നമുക്ക് അനുഭവങ്ങളെ പങ്കുവെക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ. അപ്പോ അറിവിനപ്പുറമുള്ള ധ്യാനം എന്നതുകൊണ്ട് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ധ്യാനം എന്നുള്ളൊരു പദം പൊതുവെ നമ്മള് എന്താ പറയാ, ഒരു പ്രത്യേക വിഭാഗത്തിലോ അല്ലെങ്കിൽ പ്രത്യേക സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് അല്ലെ? പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് മലമുകളിലൊക്കെ പോയിരുന്ന് കണ്ണടച്ചിരുന്ന് ഉണ്ടാകുന്ന ഒരവസ്ഥ എന്നതാണ് പൊതുവെ ധ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കാറ്. പക്ഷെ ധ്യാനം എന്നത് ശരിക്കും സംഭവിക്കുന്ന അവസ്ഥ അതെന്താണെന്ന് ചോദിച്ചാല്, നമ്മൾ ഉറക്കത്തിലേക്ക് കടക്കുകയും ഉറങ്ങിയിട്ടുമില്ല, അതേപോലെ പിന്നെ ഭൗതികമായിട്ടുള്ള എല്ലാ അവസ്ഥകളിൽ നിന്നും മാറുകയും ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ധ്യാനം എന്ന് പറയുക. അത് നമ്മൾക്ക് കണ്ണടച്ചിരിക്കാം, കണ്ണടയ്ക്കാതിരിക്കാം. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും നമ്മൾ ധ്യാനത്തിലാണ് നമുക്ക് പറയാം. ചില ആളുകൾക്ക് ചിലപ്പോ, ഇപ്പൊ എനിക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ചിലപ്പോൾ ഒരു ധ്യാനമായിരിക്കാം. അതുപോലെ എത്ര വയ്യെങ്കിലും
ആ ഒരു ക്ലാസ് ഇങ്ങനെ പറയല്ലേ, ഇങ്ങനെ സംസാരിക്കല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എണീറ്റ് പോകും. അങ്ങനെയുള്ള ഒരു നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷത്തോട് കൂടിയിട്ടും ഇഷ്ടത്തോടു കൂടിയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയെ എല്ലാത്തിനെയും നമുക്ക് ധ്യാനം എന്ന് വേണേൽ പറയാം. ഇപ്പൊ അടുക്കളയില് വളരെ രസത്തില് പണിയെടുക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അവര് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഇപ്പൊ അത് ഒരു ഉള്ളി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ഭയങ്കര രസമായിരിക്കും അവർ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളിൽ എഴുതുന്ന വിഷയത്തില് അത് ക്ലീൻ ചെയ്യുന്ന സമയങ്ങളില് പലരും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര രസമുണ്ടല്ലോ അവർ ചെയ്യുന്ന കാണാന് എന്നുള്ളത്. അപ്പം എന്താണ് നമ്മൾ താല്പര്യപൂർവ്വം ചെയ്യുന്നത് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പദം ഉപയോഗിച്ചിട്ട് വിളിക്കാം. മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം എന്നുള്ള അവസ്ഥയെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ എങ്ങനെയാണ് അറിവിനെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മള് നോക്കാൻ പോകുന്നത്. ഇൻഷാ അള്ളാ. എപ്പോഴെങ്കിലും ഒരറിവ് നമ്മളിലേക്ക് എത്തിയിട്ട് അത് നമ്മളെ ഉറക്കം കളഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ അറിവിനകത്ത് നമ്മൾ കുറെ കാലം അല്ലെങ്കിൽ കുറെ സമയം ഇരുന്നിട്ടുണ്ടാവും. എന്നിട്ട് ഉണ്ടെങ്കില് ഈ പറയുന്ന കാര്യം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു അറിവ് എന്നുള്ളത് ഒരു നോളജ് അല്ലെ, അത് നമ്മളിലേക്ക് എത്തുകയും അതിനുശേഷം അത് നമ്മളെ കൊണ്ട് നടക്കുക. നമ്മൾ അതിനെയും കൊണ്ട് നടക്കുക. അത് നമ്മളെ എന്താ പറയാ, എല്ലാ സമയങ്ങളിലും അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുക. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തില് ധ്യാനം നടക്കുന്നത്. ഇപ്പം ചിന്തകൾ 2 തരത്തിലുണ്ട്. നമുക്ക് ഒന്നില്ലെങ്കില് ചിന്തകളെ നല്ല രീതിയില് കൊണ്ടുപോകാം. അല്ലെങ്കില് ചിന്തകളെ വേറെ രീതിയിലേക്ക് ചീത്ത രീതിയിലേക്കും കൊണ്ടുപോകാം. ഇപ്പൊ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരിക്കും നമ്മളുടെ അവസ്ഥകളില്, നമ്മുടെ ജീവിതത്തില്. ഇങ്ങനെ ചിന്തകള് ആ ഒരവസ്ഥയിൽ മാത്രം ഇട്ട് ഒന്നില്ലെങ്കിൽ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുക. ഇത് രണ്ടുമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കുന്നത്. ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ നമ്മളിലേക്ക് വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചിന്തകൾ എപ്പോഴും കഴിഞ്ഞു പോയ, ഞാൻ അനുഭവത്തിൽ നിന്നും കൂടെ ഇട്ടത് പറയുന്നത്, കഴിഞ്ഞു പോയ കുറെ കാലം സാധനങ്ങളെ എടുത്ത് ഇങ്ങനെ കൊണ്ട് നടക്കുക. ഇതായിരുന്നു എനിക്ക്, ഇതാണ് എന്റേത്, ഇതായിരുന്നല്ലോ എനിക്ക് വേണ്ടിയിരുന്നത്, ഇത് അങ്ങനെയുള്ള ഒരു സാധനം, ഇത് നിന്നിൽ കഴിഞ്ഞു പോയല്ലോ. ഇങ്ങനെ ഈ സാധനവുമായിട്ട് അങ്ങനെ നമ്മൾ നടക്കും തോറും നമുക്കൊരു ഇമ്പ്രൂവ്മെന്റും ഉണ്ടാവില്ല. അത് നമുക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും. ഇമ്പ്രൂവ്മെന്റിനേക്കാൾ കൂടുതലായിട്ട് നമ്മളിങ്ങനെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ഫ്യൂച്ചറും എന്തായിരിക്കും എൻ്റെ ഭാവി, എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് ജോലി കിട്ടി, എനിക്ക് പിന്നെ എൻ്റെ കൂടെയുള്ള ആളുകൾ അങ്ങനെ ആയി ഇങ്ങനെ ആയി, അവർക്ക് എൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ഇത്ര തന്നെ കാര്യങ്ങളുണ്ടായി, ഞാൻ മാത്രം എന്താ ഇങ്ങനെ, ഈ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എന്തായിരിക്കും, ഇനി എന്താവും, എൻ്റെ മക്കളുടെ ഭാവി എന്തായിരിക്കും, ഇങ്ങനെ കുറേ ഫ്യൂച്ചറിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ വരാൻ പോകുന്നത് എന്താണോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയത് എന്താണോ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് എനിക്ക് ഇപ്പോഴെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് പിന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്ന ഒരു സാധനം അതാണ്. ഓരോ നിമിഷവും എന്ത് ചെയ്തു എന്നതിന്റെ റിസൾട്ടാണ് നമുക്ക് 23 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഓരോരോ സമയങ്ങളിലും എന്ത് ചെയ്തു എന്നുള്ളത്, കഴിഞ്ഞുപോയ കുറെ കാര്യങ്ങളിൽ അങ്ങനെ നിൽക്കാതെ, അല്ലെങ്കിൽ ഇനി എന്താവും എന്താവും എന്ന് ടെൻഷൻ അടിച്ച് നിൽക്കാതെ, ഇനി ഇപ്പോഴെന്ത് ഞാൻ ചെയ്യണം, ഇപ്പൊ എന്ത് ചെയ്താലാണ് എനിക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളൊരു ചിന്തയാണ് റസൂലുള്ളാനെ ശരിക്കും പറഞ്ഞാൽ 23 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോൾ റസൂലുള്ളാന്റെ ജീവിതം എന്തായിരുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോ നമ്മളുടെ ഉള്ളില് നമ്മൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് നിങ്ങൾ ഫ്രീ ആവുമ്പോ ഒരു ഭാഗത്ത് ഒരു 5-10 മിനിറ്റ്, 5 മിനിറ്റ് മതി. 5 മിനിറ്റ് തന്നെ മതിയാവും. ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് ഇരിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ചിന്തകൾ. ഒരു കാര്യത്തിൽ തന്നെ എനിക്ക് ചിന്തിച്ചുകൂടെ, അത് വളരെ ഈസിയാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഒന്ന് കണ്ണടച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരുന്ന ചിന്തകൾക്ക് അറ്റമുണ്ടാവൂല. ഞാനിപ്പോ ഒന്നും ചിന്തിക്കണില്ല എന്ന നിമിഷത്തിൽ കൂടിയും നമ്മളിലേക്ക് ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. അതൊരു ഭയങ്കര അത്ഭുതമാണ്. അപ്പോ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, നമസ്കരിക്കാനൊക്കെ നിൽക്കുമ്പം നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്യുന്ന, കുറച്ചൊരു കാമാവുന്ന ഒരു സമയമാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ കൈ അങ്ങോട്ട് കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഓർമ്മ വരും, പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരും. അതിന് കാരണം എന്താ, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഈ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴുള്ള ചിന്ത മുഴുവൻ വരുന്നത് എന്നുള്ളത്? നമ്മളെ മനസ്സിനെ നമ്മൾ ശാന്തമാക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്താണ് ചിന്തകൾ വരുന്നത്. വെറുതെ എപ്പോഴെങ്കിലും ഒരു 5 മിനിറ്റ് ദിവസേന
നമ്മളിത് പ്രാക്ടീസ് ചെയ്യാന്ന് വിചാരിക്കുക, ഒന്ന് വെറുതെ കണ്ണടച്ചിട്ട് ഒന്നിനും ചിന്തിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അതെങ്ങനെ കിട്ടണം, അത് പിന്നെ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കുറച്ചും കൂടെ നമ്മളുടെ നമസ്കാരത്തെ നല്ല രീതിയിലാക്കാം എന്നുള്ളതൊക്കെ ഇൻഷാ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇൻഷാ ഞാൻ വെറുതെ ഇങ്ങനെ ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. അപ്പൊ ചിന്തകളെ ഇങ്ങനെ പ്രശ്നത്തിലാക്കുകയും അല്ലാതെ നല്ല രീതിയിലാക്കുന്ന ഒരവസ്ഥയുണ്ട്. നല്ല നല്ല ചിന്തകളെ കൊണ്ടുവരിക. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ധ്യാനം എന്നൊരു പദം ഞാൻ ഉപയോഗിച്ചത്. എങ്ങനെയാണ് ക്രിയേറ്റീവായിട്ട് നമ്മളുടെ ചിന്തകളെ കൊണ്ടുപോകാൻ പറ്റുക? നമ്മൾ അന്വേഷിക്കാൻ തയ്യാറാകുമ്പോൾ, ഏഹ് ഒരു ഒരു അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ എപ്പോഴും നമ്മളെ ചിന്ത എന്ന് പറഞ്ഞാൽ അതിലേക്ക് മാത്രമായിരിക്കും. ഇപ്പൊ നമുക്കറിയാം, ഈ ശാസ്ത്രജ്ഞന്മാരാണെങ്കിലും എന്താ ഈ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത കുറെ ആളുകളുണ്ടല്ലോ. അവരൊക്കെ തന്നെയും അവരുടെ ചിന്തകളെ ഒരു തലത്തിലേക്ക് മാത്രം കൊണ്ടുവന്നപ്പോഴാണ് അവർക്ക് അതിൽ സക്സസ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ശാസ്ത്രജ്ഞന്മാര് ഒരു കാര്യം കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ 1-2 ദിവസം കൊണ്ട് നടക്കുന്ന ഒരു സാധനമല്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിതകാലം മുഴുവനും അതിനെ കൊണ്ട് നടന്നിട്ട് അതിൽ നിന്ന് കിട്ടിയ റിസൾട്ടാണ് അവര് അതിലാണ് അറിയപ്പെടുക പോലും ചെയ്യുക. അപ്പോ ശാസ്ത്രജ്ഞന്മാര് ഒരു കാര്യത്തിൽ മാത്രം ഇങ്ങനെ അതെന്തായിരിക്കും, എന്തായിരിക്കും എന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് അതിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അതിൽ വിജയിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, സൂര്യന്റെ പ്രകാശം അതിങ്ങനെ എന്താ പറയാ ചിതറി കിടക്കുകയാണ് അല്ലെ. സൂര്യൻ ഇപ്പൊ അങ്ങ് ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉദിച്ചിങ്ങനെ വരികയാണ്, നമുക്ക് ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ പരന്ന് വരികയാണ് അല്ലെ. അപ്പൊ ഇത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു മിററിലേക്ക്, ഒരു ഗ്ലാസ്സിലേക്ക് സൂര്യന്റെ പ്രകാശത്തെ നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കും, അങ്ങോട്ടേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഒരു സ്ഥലത്തേക്ക് മാത്രം പ്രകാശത്തെ നമ്മൾ കൊണ്ടുവന്നിട്ട് അതിന്റെ അപ്പുറത്തുള്ള പേപ്പറിനെ ഇത് കത്തിക്കും. അങ്ങനെ പ്രകാശത്തിനെ എല്ലാം ഒരൊറ്റ ബിന്ദുവിലേക്ക് കൊണ്ടുവരികയും വളരെ ചെറിയൊരു എനർജിയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ആ എനർജി എല്ലാം കൂടെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അപ്പുറത്ത് കിടക്കുന്ന പേപ്പർ കത്തുകയും ചെയ്യുന്നു. ഇതെങ്ങനെ സംഭവിക്കുകയാണ്? ഒരു തലത്തിലേക്ക് എല്ലാ രശ്മികളെയും ഒരു ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ബേണിംഗ് സംഭവിക്കും, അവിടെ കത്തൽ സംഭവിക്കും. അപ്പൊ അതേപോലെ തന്നെ ചിന്തകൾക്കും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മളിൽ നടത്താൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഇങ്ങോട്ട് ഭയങ്കര അത്ഭുതമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോ എനിക്ക് ബിലാൽ റളിയല്ലാഹുവിന്റെ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മക്ക ഫതഹിന് ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഒരു സമയത്ത് എന്താ ഇസ്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്ന ഒരു സമയം, അതിന്റെ ആദ്യഘട്ടത്തിൽ വന്ന ആളുകളാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ഒക്കെ. നിങ്ങൾക്ക് അറിയാം, കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ ആ ഒരു കാര്യം മാത്രമാണ് എടുത്ത് പറയുന്നത്. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ എപ്പോഴും ഓർക്കുന്നത് എങ്ങനെയാണ്? പിന്നെ മക്കയുടെ ചുട്ടുപൊള്ളുന്ന മണലില് വസ്ത്രം പോലും ഇല്ലാതെ കയറ് കെട്ടി വലിച്ച് കൊണ്ടുപോകുന്ന ശത്രുക്കൾ അല്ലെ. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണത്? അള്ളാഹുവിൽ വിശ്വസിച്ചു, അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു എന്നതിന്റെ പേരിൽ മാത്രമാണ് ഇത്രയും പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു? പിന്നെ ശരീരത്തിലേക്ക് വലിയ വലിയ പാറകൾ കൊണ്ടുവയ്ക്കുന്നു, മണ്ണിലൂടെ വലിച്ചു കൊണ്ടുപോകുന്നു, ശരീരത്തിലെ തൊലി വരെ എന്ത് ചെയ്യുന്നു? ഉരഞ്ഞ് പോവാണ്, ശരീരത്തിൽ നിന്ന് പോവാണ്. ഇങ്ങനെ ഒരു അവസ്ഥ വരെ ഉണ്ടാകുമ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹു എന്തോ ഇങ്ങനെ മന്ത്രിക്കുന്നതായിട്ട് അവർക്ക് തോന്നുകയാണ്. അവരിങ്ങനെ ശക്തമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ പറയുന്നത് കേൾക്കണം, അള്ളാഹുവിനെ ആരാധിക്കരുത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറണം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണം, നിങ്ങൾ പിന്നെ നിങ്ങൾ ഈ വിശ്വാസം മുറുകെ പിടിക്കരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്തും ബിലാൽ എന്തോ മന്ത്രിക്കുന്നതായിട്ട് അവർക്ക് തോന്നുകയാണ്. അങ്ങനെ അവർ കാതോർക്കുന്ന സമയത്ത് ബിലാൽ പറയുന്നത് അഹദ് അഹദ് എന്നാണ് അല്ലെ. എല്ലാവരും പറയുന്ന കഥയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ അഹദ് അഹദ് പറയണവരെ നമുക്കറിയാം. അതാണ് രസം. അപ്പൊ ഉമർ റളിയല്ലാഹു ചോദിക്കുകയാണ്, എന്താണ് ബിലാൽ റളിയല്ലാഹു അൻഹു ആ ഒരു സമയത്ത് അഹദ് അഹദ് എന്ന് മാത്രം ഇങ്ങനെ ഉരുവിടാൻ കാരണം എന്നുള്ളത്. അതിനുശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഞാൻ ആ മറുപടിയിൽ ഇങ്ങനെ എന്താ പറയാ, അന്തം വിട്ട് ഇങ്ങനെ നിന്ന് പോയിട്ടുണ്ട്. എന്താണ് ഇത്? നമ്മൾ ചിന്തിച്ചു പോകുന്ന, അത്ഭുതം കൂറുന്ന ഒരു ആൻസർ ആണ്.
ബിലാൽ റളിയല്ലാഹുവിന്റെ അടുത്ത് നിന്ന് വരുന്നത്. ബിലാൽ റളിയല്ലാഹു പറയാണ്, എനിക്കന്ന് അള്ളാഹുവിനെ കുറിച്ച് അഹദ് എന്ന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ എന്ന്. എന്താണല്ലേ ആ മറുപടി? എനിക്കന്ന് അള്ളാഹുവിനെ കുറിച്ച് അഹദ് മാത്രമേ അറിയുമായിരുന്നുള്ളൂ എന്ന്. ആ അഹദിൽ എത്രത്തോളം ബിലാൽ റളിയല്ലാഹു ധ്യാനിച്ചിട്ടുണ്ടായിരിക്കണം. അഹദ്, അള്ളാഹു അഹദാണ് എന്നതിൽ എത്രത്തോളം ബിലാൽ റളിയല്ലാഹു അൻഹു ഇരുന്നിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമുള്ളൂ എന്ത് സംഭവിക്കുക, തന്റെ ജീവൻ ഇങ്ങനെ എടുക്കുന്ന സമയത്തും ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു, ശരീരത്തിൽ മുറിവുകൾ സംഭവിക്കുന്നു, പാറക്കല്ലുകൾ കൊണ്ടുവയ്ക്കുന്നു, എപ്പോ എന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ പോലും ഞാൻ എത്രത്തോളം അതിൽ ധ്യാനിച്ചിട്ടുണ്ട്, ഞാൻ എത്രത്തോളം അതിൽ ഇരുന്നിട്ടുണ്ട്, ഞാൻ എത്രത്തോളം അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, ആ അഹദിൽ ഞാൻ മുറുകെ പിടിക്കുന്നു. അഹദ് അഹദ് അഹദ്. അതൊരു വല്ലാത്ത നിമിഷമാണ്. ആ ആൻസർ കേട്ടപ്പോ എത്ര സ്റ്റക്ക് ആയിട്ടുണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അപ്പോ ഒരാൾക്ക് ഒരു കാര്യത്തിൽ നമുക്കറിയാം, അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഇങ്ങനെ കുറെ നാമങ്ങളുണ്ട് അല്ലെ, 99 നാമങ്ങളുണ്ട്. അർ റഹ്മാൻ, അർ റഹീം, അൽ മലിക്, അൽ ഖുദ്ദൂസ്, സലാം, അൽ മുഅ്മിൻ. അർ റഹ്മാനിൽ നമ്മൾ ഇരുന്നിട്ടുണ്ടോ? അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയോ? അർ റഹ്മാനിൽ നമുക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അസ്സലാമിൽ നമുക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടോ? റഹ്മാൻ എന്ന് പറയുമ്പോൾ എന്താണ് അർ റഹ്മാൻ? അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ വാക്കർത്ഥം അറിയാം. ആ വാക്കർത്ഥത്തിനകത്തേക്ക് ഒരു ദിവസത്തിൽ വെറുതെ ഒന്ന് ഇരുന്ന് നോക്കുക, അർ റഹ്മാൻ എന്താണ് എന്നുള്ളത്. നമുക്ക് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ അതിനകത്ത് പല ചുരുളുകളും ഇങ്ങനെ അഴിഞ്ഞ് വരുന്നതായിട്ട് തോന്നും. അതിന് കുറേ കെട്ട് പുസ്തകങ്ങൾ നമുക്ക് വായിക്കണം എന്നില്ല. ഒരുപാട് ഇപ്പൊ നമുക്കറിയാം, പിന്നെ അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് ഒരുപാട് വിശദീകരിച്ച് ക്ലാസ് എടുക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ പറയുന്നത് ഈ ഒരു തദബ്ബുറിൽ നിന്നാണ്. അവര് കുറേ കാര്യങ്ങൾ അവര് പറയുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ഹദീസുകളെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. കുറേ കാര്യങ്ങൾ സ്വഹാബത്തുകൾ ഇതേപോലെയുള്ള കഥകളിൽ നിന്ന് അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് അവർ പറയുന്നത് മുഴുവനും തദബ്ബുറുകളാണ്. അവർ മനനം ചെയ്ത്, അവർ പഠിച്ചെടുത്ത്, അവർ അതിൽ നിന്ന് ചിന്തിച്ചെടുത്ത കാര്യങ്ങളാണ് നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നത്. റബ്ബ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് റബ്ബ്? അതിൽ നമുക്ക് കുറച്ചു നേരം ഒന്ന് ഇരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അർ റഹ്മാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാരുണ്യവാനാണ് അല്ലെ. കാരുണ്യം എവിടെയൊക്കെയാ ഉള്ളത്? അള്ളാന്റെ ഈ പ്രപഞ്ചം മുഴുവൻ അള്ളാന്റെ കാരുണ്യമാണ് ഇരിക്കുന്നത്. ആ കാരുണ്യത്തിൽ നിന്ന് ഞാൻ എന്നിലേക്ക് ഒന്ന് ചുരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്നിൽ എന്തൊക്കെ കാരുണ്യങ്ങളാണുള്ളത്? ഒരു ശ്വാസം വലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതില് എനിക്ക് ആവശ്യമുള്ള സാധനം, ആവശ്യമില്ലാത്ത മുഴുവൻ സാധനങ്ങളും ഞാൻ വലിച്ചു കയറ്റുന്നുണ്ട് എങ്കിൽ ഞാൻ തിരിച്ചു വിടുന്ന എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. അവിടെ മുതൽ ആണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? റഹ്മാനെ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിനകത്ത് കോടാനുകോടി കോശങ്ങൾ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അതിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അള്ളാന്റെ റഹ്മത്താണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 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 പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കുറച്ചു നേരം കുറെ ആയില്ല ഇങ്ങോട്ട് കറങ്ങണം, കുറച്ച് അങ്ങോട്ട് കറങ്ങാമെന്ന് വിചാരിക്കണില്ല. അതങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഗോളങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ അതിൻ്റെതായ ഡ്യൂട്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അത് മുഴുവനും കറങ്ങുന്നതും അത് മുഴുവനും അതിന്റെ ഡ്യൂട്ടി ചെയ്യുന്നതും ആ റഹ്മത്തിൽ മാത്രം, റഹ്മാന്റെ റഹ്മത്തിലാണ് അത് മുഴുവൻ. ആ റിതം തന്നെ, അതിന്റെ താളം മുഴുവനും കാരുണ്യമാണ്, അള്ളാന്റെ കാരുണ്യമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അള്ളാന്റെ ഓരോ നാമത്തിലും നമുക്ക് അത്രത്തോളം എത്താൻ പറ്റും. അപ്പം അത് മാത്രമല്ല, ഏത് വിഷയത്തിലും നമ്മൾ പ്രപഞ്ചത്തിലും ഒന്ന് കണ്ണോടിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഞാൻ ധ്യാനിച്ച എൻ്റെ പിന്നെ അള്ളാന്റെ നാമത്തിൽ ഉള്ള ഒന്ന് എന്ന് പറയുന്നത് ഖാലിഖ് എന്നുള്ളത്. അള്ളാഹ് സൃഷ്ടിക്കുന്നവനാണ്. ഖലഖ എന്നുള്ളൊരു പദത്തിലാണ് ഞാൻ അങ്ങനെ കുറെ ഇരുന്ന് എനിക്കിങ്ങനെ അത്ഭുതങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ കിട്ടിയത്. ശരിക്കും പറഞ്ഞാല് ആ ഒരു പിന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എന്നുള്ളൊരു കഴിവിലാണ്. അപ്പോ എനിക്ക് ഇതേപോലെ ഒരു ധ്യാനം ആദ്യമായിട്ട് നടക്കുന്നത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ ഓർമ്മ. ഹൈസ്കൂളിലാണ്, 10ലാണെന്ന് എന്റെ ഓർമ്മ. അപ്പോ ഞങ്ങളുടെ നാട്ടില് ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. ഇങ്ങനെ വീടുകളിലൊക്കെ ഇങ്ങനെ ക്ലാസ് നടക്കുമല്ലോ. അപ്പൊ നമ്മളൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ, ക്ലാസ്സുകൾ നടത്താറുണ്ടല്ലോ. അങ്ങനെ ഒരു വീട്ടിൽ ക്ലാസ് ഉണ്ട്. അപ്പൊ എന്റെ തൊട്ട വീട്ടിലല്ല, കുറച്ച് അങ്ങോട്ട് പോകണം. അപ്പൊ ഞാൻ പോകാനുള്ള കാരണം എന്താന്ന് വെച്ചാല് പിന്നെ ക്ലാസ് കേൾക്കാനൊന്നുമല്ല. പിന്നെ ഞാൻ 10ാം ക്ലാസ്സിലാണ്. അപ്പം എന്റെ ഫ്രണ്ടിന്റെ വീട് ഈ പരിപാടി നടക്കണ വീടിന്റെ തൊട്ടടുത്താണ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്. അപ്പോ അങ്ങോട്ടേക്ക് ഇവിടുന്ന് കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പൊ അതിലും എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോ ഇവരെ കൂടെ കൂടിയിട്ട് ഈ പരിപാടി നടക്കുന്ന വീട്ടിലേക്ക് പോയി കഴിഞ്ഞാല് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് എന്റെ വേറൊരു ഫ്രണ്ടിന്റെ വീട്. അപ്പൊ എനിക്ക് അവളെയും കാണാം എന്ന് വിചാരിച്ചിട്ടാണ് സംഭവം ഞാൻ പോണത്. അങ്ങനെ പിന്നെ ഈ പരിപാടി നടക്കുന്ന വീട്ടിലേക്ക് കയറി ഇരിക്കേണ്ടി വന്നു. കാരണം എല്ലാവരും ഇങ്ങനെ വരികയാണ്. അപ്പൊ ഞാനും കയറിയിരുന്നു.
പിന്നെ അവിടുന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, അവളെ വീട്ടിൽ മറ്റേ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോണത്, തൊട്ടടുത്ത വീട്ടില്. അപ്പൊ വേറെയും ഫ്രണ്ട്സ് ഉണ്ട് എന്റെ കൂടെ. അത് മുസ്ലിങ്ങളായിട്ടുള്ള കുറച്ച് വേറെ കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോ ഇവളെ വീട്ടിക്ക് പോണത് സത്യം പറഞ്ഞാൽ എനിക്ക് വഴി അറിയില്ല. ഏഹ് ഈ വീട്ടിലാണ് ഞാൻ നിക്കണത്. തൊട്ടപ്പുറത്താണ് അവളെ വീട്. പക്ഷെ എനിക്ക് അറിയണില്ല അതാണ് വീട് എന്നുള്ളത്. അപ്പൊ എനിക്ക് അവിടെ ഇരിക്കേണ്ടി വന്നു കുറച്ച് സമയം. ആ സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടു. ഞാനിങ്ങനെ ഇവര് ക്ലാസ് തുടങ്ങി. ക്ലാസ് തുടങ്ങിയിട്ട് ഒരു ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ്. ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവര് നിയ്യത്തിനെ കുറിച്ചാണ് പറയണത്. നിയ്യത്ത്, ഉദ്ദേശശുദ്ധി. നമ്മളുടെ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അതാണ് സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കന്ന് മനസ്സിലായില്ല. അങ്ങനെ നിയ്യത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്റൻഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. ഒരു ഉദ്ദേശ ശുദ്ധിക്കനുസരിച്ചാണ് ഒരു പ്രവർത്തനം അതിന്റെ അമല് നിശ്ചയിക്കപ്പെടുന്നത്. അതിന്റെ പിന്നെ അതിന്റെ മൂല്യത്തെ നിശ്ചയിക്കപ്പെടുന്നത്. അതിൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം, ഞാൻ ഇതിനകത്ത് തിന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതായിരിക്കും. അതിൽ എനിക്ക് നന്മ കിട്ടണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നന്മയായിരിക്കും. ഏതൊരു പ്രവർത്തനം പിന്നിലും അതിന്റെ നീയത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു സാധനം എനിക്ക് കിട്ടി. ഒരു ചെറിയൊരു നോളജ്, ചെറിയ നോളജ് അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു സാധനമായിട്ടായിരുന്നു. അത് വലിയൊരു അറിവായിട്ട് ഇങ്ങനെ തലയിൽ വെച്ചിങ്ങാണ്ട് ഞാൻ ആ സാധനം കേട്ടു. ആ സാധനം കേട്ട് ഞാൻ അപ്പഴേ അത് പോയിട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ എന്റെ ഫ്രണ്ടിന്റെ അടുത്തൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക. ഈ ടീച്ചർ പറഞ്ഞത് എന്താ ഇപ്പൊ സംഭവം? ഏഹ് ആഹ് എല്ലാ പ്രവർത്തനത്തിന് പിന്നിലും ഒരു ഉദ്ദേശമുണ്ട്. അപ്പോ 10ാം ക്ലാസ്സിലൊക്കെയാണ് നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് അമ്മ പിന്നെ എന്തെങ്കിലും ഒരു പണി പറയുമ്പോഴൊക്കെ അമ്മ പറഞ്ഞതല്ലേ, ഇപ്പൊ ചീത്ത കേൾക്കണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മള് പണിയെടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുക. ഇപ്പൊ പഠിക്കുകയാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ പിന്നെ എന്റെ അമ്മേനെയും അച്ഛനെയും തൃപ്തിപ്പെടുത്തണം, അവർക്ക് സന്തോഷമാവണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണല്ലോ നമുക്ക് ഉണ്ടാവുക. അല്ല അവര് ചീത്ത പറയരുത്, പിന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യവും ചെയ്യല്. ആ ഒരു ഏജും അങ്ങനെയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ സംഭവം എന്താണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ ഇങ്ങനെ ദിവസങ്ങളോളം ഇരുന്നിട്ടുണ്ട്. എന്താണ് ഈ സാധനം എന്നുള്ളത് എന്റെ ഉള്ളിലിട്ടിട്ട്, ഇപ്പൊ ചില സാധനങ്ങൾ പൊതുവേ എനിക്ക് അനുഭവപ്പെട്ടുള്ള എന്താന്ന് വെച്ചാൽ നമ്മൾ തലകൊണ്ടാണ് സ്വീകരിക്കാറ്. ചില അറിവുകളെ നമ്മൾ തലകൊണ്ടാണ് സ്വീകരിക്കാറ്, അല്ലെ, ബ്രെയിൻ കൊണ്ടാണ് സ്വീകരിക്കാറ്. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് നമ്മൾ ഹൃദയത്തിൽ കൊണ്ടുവച്ചിട്ട് അവിടെ കടന്ന് നമ്മൾ കുക്ക് ചെയ്യാതെ ചെയ്യുക. എങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്, ഞാൻ അനുഭവത്തെ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചില പദങ്ങൾ അങ്ങനെ ഉപയോഗിക്കേണ്ടി വരികയാണ്. തലേന്ന് എടുത്തിട്ട് അത് മനസ്സിലോ അല്ലെങ്കിൽ ഹൃദയം എവിടെയാണ് ആ ഭാഗം എന്ന് എനിക്കറിയില്ല, ഹൃദയത്തിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ ഇരുത്തി അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവിടെ ഇരുന്നാണ് ഇത് പാകം ചെയ്യുന്നത്. ഇപ്പൊ അടുക്കളയിൽ നമ്മൾ കുറെ സാധനങ്ങൾ കൊണ്ടുവച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ അടുക്കളയിൽ നമ്മൾ കുറെ പച്ചക്കറികളും പിന്നെ ചിക്കനും ബീഫും മട്ടനും ഒക്കെ കൊണ്ടുവച്ചു എന്ന് വിചാരിക്കാം. ചില സാധനങ്ങൾ നമ്മൾ അങ്ങനെ കടിച്ച് തിന്നാം. എന്ത് ഇപ്പൊ ക്യാരറ്റ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെ പച്ചക്കന്നെ കടിച്ച് തിന്നാം. പക്ഷെ ഈ കൊണ്ടുവച്ച സാധനങ്ങൾ എന്ത് ചെയ്യണം, പാകം ചെയ്യണം. പാകം ചെയ്താലുള്ളൂ അതിന്റെ എന്താ തിന്നാൻ പറ്റുള്ളൂ. അത് നമ്മളൊരു സാധനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് റിസൾട്ട് കിട്ടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ അവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യണം, കുക്ക് ചെയ്യാന്നുള്ള ഒരു പ്രവർത്തനം അവിടെ നടക്കണം, ഒരു ആക്ഷൻ അവിടെ നടക്കണം. അപ്പൊ ഒരു സാധനം എന്റെ തലയ്ക്ക് കിട്ടി. അതെന്ന് പറയുന്നത് ഈ നിയ്യത്ത് എന്നുള്ളതാണ്, ഉദ്ദേശശുദ്ധിയാണ്, ഇന്റൻഷൻ ആണ്. ആ സാധനം കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ അത് കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് പാകം ചെയ്യുക, അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഇരുന്നത് എന്താണ്, എങ്ങനെയാണ് ഒരു പ്രവർത്തനം, പിന്നെ ഞാൻ ഇതുവരെ ചെയ്തൊരു കാര്യം അതിന്റെ പിന്നില് വേറൊരു സാധനം ഉണ്ട്, വേറൊരു സാധനത്തിനെ സെറ്റ് ചെയ്തുകൊണ്ട് വേണം ഇങ്ങനെ ഒരു ഒരു പ്രവർത്തനം ചെയ്യേണ്ടത്. ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലൊരു സാധനം ഉണ്ടായിരിക്കണം. ഇതൊരു ആദ്യത്തെ അറിവാണ്. അപ്പൊ ഞാൻ അതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കുറേ ദിവസങ്ങൾ ഞാൻ അതിനകത്ത് പോയിട്ടുണ്ട്. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു അത്ഭുതം ഉണ്ടായി. അതെന്താന്ന് വെച്ചാല് ഏഹ് പിന്നെ എന്തോ ഞാൻ അതൊക്കെ വിട്ടു. പിന്നെ അങ്ങനെ നമ്മള് വിടുവല്ലോ, ചില സമയത്ത് നമ്മള് വിടുവല്ലോ. അങ്ങനെ വിട്ടു. അങ്ങനെ വിട്ടു. പിന്നെ കുറേ സമയങ്ങൾ അതിൽ ഇരുന്ന് പിന്നെ അങ്ങനെ അങ്ങനെ വിട്ടുപോയതാണത്. അങ്ങനെ ഒരു ദിവസം അമ്മ എന്നെ അടുക്കളയ്ക്ക് വിളിച്ചു. അടുക്കളയ്ക്ക് വിളിച്ചിട്ട് വെള്ളം എന്താ എന്തോ കുക്ക് ചെയ്യാണ്. ആ സമയത്ത് കുറച്ച് വെള്ളം എടുത്ത് തരാൻ പറഞ്ഞു. അപ്പൊ നമ്മളീ നല്ല വെള്ളമൊക്കെ എടുത്ത് വെക്കൂലേ? നല്ല വെള്ളം എടുത്ത് ബക്കറ്റിൽ വെക്കില്ലേ? അപ്പൊ ആ വെള്ളം എടുത്ത് തരാനാ അമ്മ പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ വെള്ളം അമ്മയ്ക്ക് എടുത്ത് കൊടുക്കുന്നതിന് മുമ്പിൽ എന്റെ തലയിൽ ഒരു സാധനം കത്തി. എന്റെ പിന്നെ ഇവിടെ കൊണ്ടുപോയി കുക്ക് ചെയ്ത സാധനം ടേബിളിൽ കൊണ്ടുവച്ച് തിന്ന ഒരു ഫീല് വന്നു. അപ്പൊ സംഭവം കത്തി. എന്താന്ന് വെച്ചാല് അമ്മേനെ ഏതായിരുന്നാലും സഹായിക്കണം. അമ്മയ്ക്കൊരു മഗ്ഗില് വെള്ളം എടുത്ത് കൊടുക്കണം. ആ വെള്ളം എടുത്ത് കൊടുക്കുമ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്, ഇതൊരു നല്ല പ്രവൃത്തിയായിട്ട്, ഇതൊരു നന്മയായിട്ട് രേഖപ്പെടുത്തുന്ന രീതിയിൽ, ഇത് നന്മയായിട്ട് എനിക്ക് കിട്ടുന്ന രീതിയിൽ ഞാൻ ഒന്നത് ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്താലോ, ഒരു നിയത്ത് സെറ്റ് ചെയ്താലോ, ഒരു ഉദ്ദേശ ശുദ്ധി ഇതിന്റെ പിന്നിൽ വെച്ചാലോ, ഞാൻ എന്റെ അമ്മേനെ സഹായിക്കുകയാണ്, ഇതൊരു നല്ല ഒരു നന്മയായിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു സാധനം വെച്ചാലോ എന്നാൽ ഇതിന് ഞാനത് മനസ്സിലിങ്ങനെ കണ്ടു. ഇത് നന്മയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പാത്രം വെള്ളം അമ്മയ്ക്ക് എടുത്തു കൊടുത്തു.
ആ എടുത്ത് കൊടുക്കലും എനിക്ക് ഭയങ്കരമായൊരു ഫീലാണ് ഉണ്ടായത്. കാരണം ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു എന്നത് എവിടെയോ രേഖപ്പെടുത്തി വെച്ച പോലെ, അല്ലെങ്കിൽ ഒരു സീലടിച്ച് വെച്ച് കിട്ടിയ പോലെ, നമ്മളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്തു എന്ന് ആരെങ്കിലും പറയുകയോ, അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതിയിട്ട് നമ്മൾ അവിടെ അങ്ങനെ ടിക്ക് ഇടുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, ഞാൻ ഇത് ചെയ്തു എന്നുള്ളത്. അങ്ങനെ വല്ലാത്തൊരു സീല് വന്ന് പതിഞ്ഞ പോലെ എൻ്റെ ഈ ഒരു പ്രവർത്തനത്തില് എനിക്ക് ഫീൽ ചെയ്തു. അതെനിക്ക് ഭയങ്കരമായ അത്ഭുതം ഉണ്ടാക്കി. ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലേ എന്നുള്ളത്. അതിന് മുമ്പ് ചെയ്ത സാധനങ്ങളൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ലാത്ത പലേ സാധനങ്ങൾ, ചിലപ്പോൾ നല്ലതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും എന്റെ മനസ്സിൽ ഓർമ്മയില്ല. പക്ഷെ വളരെ ചെറിയൊരു കാര്യം, എന്റെ അമ്മയ്ക്ക് ഇത്തിരി വെള്ളം എടുത്ത് കൊടുത്തത്, അതെന്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിനുശേഷം ഭയങ്കര ഒരു വാവ് എന്നുള്ളൊരു സാധനം വരുമല്ലോ, അടിപൊളിയുള്ള സംഭവം എന്നുള്ളൊരു സാധനം വരുമല്ലോ. അത് ആ ഒരു മനസ്സിൽ ഒരു 15 വയസ്സിൽ എനിക്ക് ഇങ്ങനെ കുടുങ്ങി. അതിനുശേഷം പിന്നെ സ്കൂളുകളിൽ നിന്നൊക്കെ നമുക്കറിയാലോ, കുട്ടികള് പെന്നുണ്ടോ, പെൻസിലുണ്ടോ, സ്കെയിലുണ്ടോ എന്നൊക്കെ ചോദിക്കുമല്ലോ. 2 പെന്നുണ്ട് ആരെടുത്തെങ്കിലും എന്നൊക്കെ ചോദിക്കുമല്ലോ. ആ സമയത്ത് ഈ പെന്നെടുത്ത് കൊടുക്കുമ്പോഴും പെൻസിൽ കൊടുക്കുമ്പോഴും, അല്ലെങ്കിൽ പുസ്തകങ്ങള് പിന്നെ നോട്ട് കംപ്ലീറ്റ് ആക്കാത്ത നമ്മൾ കൊടുക്കുമല്ലോ, നോട്ട്ബുക്കൊക്കെ കൊടുക്കുമല്ലോ, വരാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കുമല്ലോ. ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഇത് ഞാനൊരു നന്മയാണ് ചെയ്യുന്നത്, ഇതൊരു നന്മയാണ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് എന്ന് ഞാൻ മനസ്സില് ആഹ് വിചാരിച്ചുകൊണ്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തപ്പോ എനിക്ക് എല്ലാ പ്രവർത്തനങ്ങളും ഭയങ്കര അടിപൊളിയായിട്ട്, ഭയങ്കരായിട്ട് ഞാൻ ചെയ്തു എന്നുള്ളൊരു ഫീല് അൽഹംദുലില്ലാഹ് വരുന്നതായിട്ട് എനിക്കിങ്ങനെ തോന്നി. അപ്പൊ ഞാൻ ഇത് പറയാനുള്ള കാരണം, ഈ ഒരു നിയത്ത് അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട്, ഒരു കാര്യത്തിൽ നമ്മൾ എത്രത്തോളം ധ്യാനിക്കുന്നുവോ, എത്രത്തോളം നമുക്ക് അതിനകത്ത് ഇരിക്കാൻ പറ്റുന്നുവോ, അതില് നമുക്ക് എന്താ പറയാ ബേൺ ചെയ്യാൻ പറ്റും. സൂര്യൻ ഇങ്ങനെ എല്ലാ രശ്മികളും ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോ, അപ്പുറത്തിരിക്കുന്ന കടലാസ് കത്തുന്നുണ്ടെങ്കിൽ, ചിന്തകളെ നമ്മൾ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൂട്ടിയിടുമ്പോ, അവിടെ നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യും, അവിടെ പല സംഭവങ്ങളും ഇങ്ങനെ നടക്കും എന്നുള്ളത് എനിക്ക് എന്റെ ഈ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പൊ അതിന് ശേഷമാണ് ഞാൻ പിന്നീടാണ് കുറെ കഴിഞ്ഞിട്ടാണ് ബിലാൽ മദാമിന്റെ ഈ ഒരു പിന്നെ കാര്യത്തെക്കുറിച്ച് അറിയുന്നത്. അതും എന്നിൽ ഒരുപാട് അത്ഭുതം ഉണ്ടാക്കി. അപ്പോ ഒരു കാര്യത്തിൽ നമ്മൾ എത്രത്തോളം ഇരിക്കുന്നുവോ, ഒരു കാര്യത്തെ എത്രത്തോളം നമ്മൾ അതിനകത്തേക്ക് ഇങ്ങനെ ചുരുങ്ങി പോകാൻ ശ്രമിക്കുന്നു, അത്രത്തോളം നമ്മളിന് അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്താ പറയാ കോരി കുടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ നുകരാൻ പറ്റും എന്നൊക്കെ പറയാം. അനുഭവങ്ങളിൽ നുകര എന്നൊക്കെ പറയുമ്പോൾ, അപ്പൊ നമ്മള് ഇപ്പൊ പായസം പായസം ഇഷ്ടാണോ എല്ലാവർക്കും? ആരും കാണണൊന്നുമില്ല. ഞാനിങ്ങനെ പറയാണ്. പായസം അടപ്പായസം ഇഷ്ടാണോ? എനിക്ക് അടപ്പായസം ഭയങ്കര ഇഷ്ടാ. അപ്പൊ പിന്നെ പാലില് പാലിങ്ങനെ തിളച്ച് വരുമ്പോ അട അതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കി, അതിനകത്ത് എന്തൊക്കെ ഇടണ്ട അതൊക്കെ ഇടാം. ഞാൻ മിക്സ് ആടല്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ വരുമ്പോ ഇതിങ്ങനെ കുറുകി വരും അല്ലേ? കുറുകി വരുമ്പോ എന്താ നല്ല സ്മെല്ല് വരും. അതന്നെ ഇങ്ങനെ പാലിന്ന് ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ഊറി ഊറി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വരും. എന്നിട്ട് കുറേ ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് ഒരു പിങ്ക് പോലത്തെ ഒരു കളർ, ലൈറ്റ് ബ്രൗൺ പോലെ ഒരു കളർ ഇങ്ങനെ അല്ലെ, റെഡ് പോലെ ഒരു കളർ ഇങ്ങനെ വരും, മാറി മാറി ഇങ്ങനെ വരും. ആ മാറി വരുന്ന സമയത്ത് ഇതിങ്ങനെ കുറുകി കുറുകി തിളച്ച് കുറുകി വരും അല്ലെ. ആരെങ്കിലും വായയിൽ വെള്ളം വരുന്നുണ്ടാ? അപ്പൊ ഒരു ഗ്ലാസ് പായസം ഇങ്ങനെ എടുത്ത് കുടിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമാണ് പായസം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമാണ് മധുരം എങ്കിൽ, ആ ഒരു മധുരത്തെ നുകരുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ആ ഫീല് കിട്ടുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ അറിവിനകത്ത് ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, ഇതേപോലെ അറിവ് ഓരോ ഭാഗത്തു നിന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ആഴത്തിലേക്ക് ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയാ, പായസം ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ല് ഉണ്ടല്ലോ, അടിപൊളി. ആ സ്മെല്ലാണ് നമുക്ക് ആദ്യം കിട്ടുക അല്ലെ. ആ സ്മെല്ല് തന്നെ നമ്മളത് കണ്ണൊക്കെ അടച്ചു പോകും. അതേപോലെ അറിവെന്ന് ഇങ്ങനെ ഒരു സാധനം വരാനുണ്ട്. തിളച്ച് മറയുമ്പോൾ ഇതൊരു ഇങ്ങനെ ഒരു സ്മെല്ല് വരാനുണ്ട്. അത് നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോ അടിപൊളിയാണല്ലോ ഇത് എന്ന് തോന്നും. അതേപോലെ തന്നെ അതിങ്ങനെ നമ്മളത് അനുഭവിക്കും കൂടെ ചെയ്യുമ്പോൾ, നമ്മൾ കഴിക്കും കൂടെ ചെയ്യുമ്പോൾ എന്തായിരിക്കും, അടിപൊളി ടേസ്റ്റ് അല്ലേ. അതേപോലെ അത് നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ പകർത്തും കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്ന വേറൊരു അനുഭവം ഉണ്ട്. അപ്പോ ആ ഒരു അവസ്ഥയിലേക്കാണ് ശരിക്കും പറഞ്ഞാല് നോളേജ് എത്തുന്നത് എന്നുള്ളതാണ്. അറിവിനെ നമുക്ക് അതേപോലെ ഒരു ഭാഗത്തിട്ടിട്ട് അതിന്ന് വരുന്ന സുഗന്ധവും അതിന്ന് വരുന്ന മധുരവും ഒക്കെ ഇതേപോലെ നുകരാൻ പറ്റും എന്നുള്ളതാണ്. ഓരോ അറിവും അങ്ങനെയാണ്. എന്നിൽ സംഭവിച്ചിട്ടുള്ള ഓരോ അറിവുകളും ഇതേപോലെ ഒരു ഭാഗത്ത് ഇരുന്ന് ഞാൻ ചിന്തിച്ചിട്ടാണ് കൂടുതലായിട്ട്, പിന്നീടാണ് പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. പ്രപഞ്ചം മുഴുവൻ ഒരു വലിയ പുസ്തകമാണ്. ഞാൻ അറിവിനേക്കാൾ ഉപരിയായി ബിയോണ്ട് എന്ന് പറയാനുള്ളത് തന്നെ കാരണം, അറിവ് നമ്മളിലേക്ക് എത്തുന്നത് ഇപ്പൊ നമുക്കറിയാം, ഗവേഷകരാണെന്നുണ്ടെങ്കിലും പുസ്തകം എഴുതിയ ആളുകളാണെന്നുണ്ടെങ്കിലും ശാസ്ത്രജ്ഞന്മാരാണെന്നുണ്ടെങ്കിലും, ഇവരൊക്കെ തന്നെയും പ്രകൃതിയിൽ നിന്നാണ് അവര് ഇതൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്, പ്രപഞ്ചത്തിൽ നിന്നാണ് അവർ ഇതൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. അല്ലാതെ ആദ്യമേ ഒരു പുസ്തകം കിട്ടിയിട്ട് അവർ പ്രപഞ്ചത്തിലേക്ക് പോവുകയല്ല ചെയ്തത്. എന്താണ് അറിവ്? ഇപ്പോ നമുക്കറിയാം, ഒരു കയ്പ വല്ലരി കണ്ടപ്പോ, ഒരു വീണ പൂവ് കണ്ടപ്പോ അതിൽ നിന്നും കവിത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരു വീണ പൂവിനെ കുറിച്ച് പഠിച്ചിട്ടല്ല, ഒരു പുസ്തകം വായിച്ചതിനെ കൊണ്ടല്ല വീണ പൂവ് എന്നുള്ള കവിത ഉണ്ടാവുന്നത്.
ഒരു കൈപ്പയുടെ ഒരു പിന്നെ ഒരു വള്ളി കാണുമ്പോൾ അതിൽ നിന്നും ഒരു കവിത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയെ അത്രത്തോളം നമ്മൾ പ്രകൃതിയിലേക്ക് ഇണങ്ങിച്ചേരുമ്പോൾ അല്ലെങ്കിൽ അവിടേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ കുറെ പ്രകൃതിയിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്ന അറിവ് കിട്ടുന്നത്. അത് കുറെ പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല, അതും അറിവിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതല്ല എന്നല്ല പറയണത്. അവിടെ നിന്നൊക്കെ നമുക്ക് പാഠങ്ങൾ പഠിക്കാനുണ്ട്. എങ്ങനെയാണ് അവിടുന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കുക എന്നുള്ളതൊക്കെ ഇൻഷാല്ലാ നമുക്ക് വരുന്ന ഇതിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. ഇപ്പൊ ഞാൻ ഈ ഒരു കാര്യത്തെ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി ഇട്ടു. ഇപ്പൊ ഖുർആനിലൊക്കെ നമുക്കറിയാം, അതിലേക്ക് നോക്കൂ, അതിനെക്കുറിച്ച് ചിന്തിക്കൂ. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും അല്ലെ? ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ, സൂര്യനെ നോക്കുന്നില്ലേ, ചന്ദ്രനെ നോക്കുന്നില്ലേ, നക്ഷത്രങ്ങളെ നോക്കുന്നില്ലേ? ഖുറാനിലെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് എല്ലായിടത്തും ഇങ്ങനത്തെ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കാനാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ഇൻഷാല്ലാ പിന്നീട് ചർച്ച ചെയ്യാം. അപ്പൊ ആ നോക്കൂ നോക്കൂ എന്ന് പറയുകയും ആ നോക്കുന്ന എന്താ, ഞാൻ കണ്ടു, ഓക്കെ, അത് അവിടെ ഉണ്ട്, അതല്ല, അതിൽ നിന്നും പ്ലസ് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ചിന്ത എന്ന് പറയുന്നത്. അപ്പൊ ആ ചിന്തയെ നമ്മൾ ഒരു ഭാഗത്ത് കൊണ്ട് എങ്ങനെ നന്നാക്കി ഇടാൻ പറ്റും. നമ്മുടെ ചിന്തകൾ പലപ്പോഴും ഒരുപാട് കപ്പാസിറ്റി ഉള്ള സാധനമാണ് ചിന്ത എന്ന് പറയുന്നത്. അതിനെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കുറെ സാധനങ്ങളിലേക്ക് കൊണ്ടുപോയിടുക, ഒരു ഹെൽത്തി അല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോയിടുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്നത് മുഴുവനും പിന്നെ കിട്ടുന്നത് മുഴുവനും അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം എന്നുള്ളത് നമുക്ക് ഇൻഷാല്ലാ പിന്നീട് ചർച്ച ചെയ്യാം. ഇത് കുറച്ചു സമയമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ധ്യാനാവസ്ഥ എന്നൊക്കെ പറഞ്ഞു. ഇനി എങ്ങനെ നമുക്ക്, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ പ്രായത്തിലാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നത്. 15-ാമത്തെ വയസ്സിലാണ് എനിക്ക് ഒരു സംഭവം ഉണ്ട് എന്നുള്ളൊരു സാധനം തിരിച്ചറിയുന്നത്. ഒരു കാര്യത്തിൽ ഇത്രത്തോളം നമുക്ക് ഇരിക്കാൻ പറ്റും, ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് റിസൾട്ട് ഉണ്ടാവും എന്നുള്ള സാധനം അറിയണത് ആ ഒരു സമയത്താണ്. എന്നിട്ട് അതിന് പിന്നിലേക്ക് ഞാൻ ചിന്തിച്ചത് എങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു സാധനം കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ ഇരിക്കുമ്പോഴാണ്, നമ്മൾ ഏത് അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ധ്യാനം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കുക എന്നുള്ളതാണ് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ഭാഗത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്താ പറയാ, ഇത്രയും നേരം ഇരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നോട് വാട്സപ്പിലൂടെയും വിളിച്ചിട്ടും ഒക്കെ പറയാണ്, ഈ ഒരു സമയം മാറ്റിവെക്കോ, ഈ സമയം മാറ്റിവെക്കോ, പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷെ ഈ ഒരു സമയത്തും നിങ്ങൾ വന്നിരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, വളരെ ചെറിയ കാര്യങ്ങൾ, അതെന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ എടുത്തിങ്ങനെ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എത്രത്തോളം ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും അത് കേൾക്കാൻ നിങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന, അതിന് മനസ്സ് കാണിക്കുന്ന നിങ്ങളോട് ഒരുപാട് അൽഹംദുലില്ലാ, ഒരുപാട് നന്ദി. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. ലൈഫ് എന്ന് പറയുന്നത് കുറേ നേടലുകൾ, കുറേ എന്താ പറയാ, മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങൾ, നമുക്ക് അത് വേണം, ഇത് വേണം, വീട് വേണം, കാറ് വേണം, ഇതൊക്കെ വേണം മനുഷ്യന്. പിന്നെ സ്വർണം വേണം, പല പല സാധനങ്ങളും അല്ലെ, എന്തൊക്കെയാ വേണ്ടത്, മൊബൈൽ വേണം, ലാപ്ടോപ്പ് വേണം, അതൊക്കെ നമുക്ക് വേണം 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 തന്നെയാണുള്ളത്. ആ അങ്ങനത്തെ സാധനങ്ങൾക്ക് ഉപരിയായിട്ട് ജീവിതത്തിൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിലേറെ വലുതായിട്ട് വേറൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എവിടേക്കെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം എന്നുള്ളതാണ്. അൽഹംദുലില്ലാ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ വളരെ എല്ലാവർക്കും ചായ ഒക്കെ ഉണ്ടാക്കാൻ സമയമായിട്ടുണ്ടായിരിക്കും. അപ്പോ 50 ആളുകളെ കണ്ടിരുന്നു, പാർട്ടിസിപ്പൻസിനെ കണ്ടിരുന്നു. ഇനി ഇതിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട്, മൈക്ക് ഉണ്ടല്ലോ അവിടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതി. എന്നിട്ട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം. അസ്സലാമു അലൈക്കും. പിന്നെ ഇന്ന് നമ്മള് അറിവിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. പിന്നെ എത്ര കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും കൂടി അത് ആ പറയുന്ന രീതിയും നമുക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പിന്നെ ഈ അറിവ് എന്ന് പറയുമ്പം കേൾക്കുന്നില്ല, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടാ? കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിവിന് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യുമല്ലോ, റബ്ബി സിദ്നി ഇൽമ എന്ന് പറഞ്ഞിട്ട്. ഖുറാനിൽ തന്നെ ഒരു ആയത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ പിന്നെ അത് സൂറ ത്വാഹയില് 114th ആയാണ്. അപ്പൊ സുബ്ഹാനല്ലാഹ്, അപ്പൊ നമ്മളെപ്പോഴും മക്കളോട് ചോദിക്കാം, ഹൗ മെനി സൂറാസ് ആർ ദേർ ഇൻ ദ ഖുർആനിൽ എത്ര സൂറ ഉണ്ട് നമ്മളെപ്പോഴും ചോദിക്കുന്ന ചോദ്യം. അത് 114 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ഇങ്ങനെ കോയിൻസൈഡ് ചെയ്ത് വന്നപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, 114 സൂറാസും നമുക്ക് പഠിക്കാനുള്ള ആ ഒരു തൗഫീഖ് അള്ളാഹു തരണേ.
പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഡെപ്തിലേക്ക് ഇറങ്ങിയിട്ടും പഠിക്കാനും പോണ്ടർ ചെയ്യാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒക്കെ അള്ളാഹു തൗഫീക്ക് നൽകണേന്ന്. ഇപ്പം റബ്ബി സിദ്നി ഇൽമ എന്നുള്ള ദുആ ചൊല്ലണതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതും കൂടെ ഒന്ന് നെയ്യത്ത് വെച്ചിട്ട് അപ്പം നമുക്ക് കൂടുതൽ ഖുറാനിലേക്ക് ഇറങ്ങാൻ പിന്നെ ഒരു 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 ഇത് പ്രചോദനമാവുമെന്ന് ഞാൻ മനസ്സിലാക്കിയ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഓർത്ത് വെക്കാനും നമുക്ക് എളുപ്പമാണ്. സൂറ ത്വാഹ 20 സൂറ നമ്പർ നമ്പർ 114 എന്ന് പറയുമ്പം തന്നെ ഖുറാനിൽ മൊത്തമായിട്ടൊന്ന് നമുക്ക് നമ്മുടെ മരണം വരുന്നതിന് മുമ്പ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈർ. ജസാക്കല്ലാഹു ഖൈർ. നല്ലൊരു അറിവാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ. നല്ല എന്താ പേൾസ് ഓഫ് ഫെയ്ത്ത് എന്നാ നമ്മുടെ പ്രോഗ്രാമിന്റെ, അങ്ങനെയല്ലേ? പേൾസ്. സൂപ്പറാണ് പ്രോഗ്രാം. ഭയങ്കര നമുക്ക് ചിന്തിക്കാനുള്ള വളരെ നല്ല പ്രോഗ്രാം. അല്ലാഹു നല്ല രീതിയിൽ തുടരാനും പൂർത്തീകരിക്കാനും അനുഗ്രഹിക്കട്ടെ. ഇത്രയേ ഉള്ളൂ. ആമീൻ, ജസാക്കല്ലാഹു ഖൈർ. ആമീൻ വയ്യാക്ക്. വേറെ ആർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. വേറെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പിന്നെ സംസാരിക്കുന്ന സമയത്തെ ഇതൊരു അവസരം കൂടെ ആയിട്ട് നമ്മൾ കാണാം. പിന്നെ എന്താ പറയാ, നമുക്കൊരു സ്ഥലത്ത്, ഒരു പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്ത് ഇപ്പൊ ഒരുപാട് ആളുകൾ ഇതിനകത്ത് കൂടിയിരിക്കുന്നുണ്ട് അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സ്റ്റേജിൽ നമ്മൾ നിന്നിട്ട് ഒരു 43 ആളുകൾ നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലും പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അപ്പം നസീമ ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ടീച്ചർക്ക്, മാമിന് ഒരുപാട് ആളുകളെ ഇതുപോലെ ഫേസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കയറുന്നത്. അതുപോലെ ഞാൻ വിചാരിക്കുന്നു സാജിദ, അവർക്കും ചിലപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളുകൾ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് നന്നായിരിക്കും, നല്ലൊരു കാര്യമായിരിക്കും. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ഇൻഷാല്ലാ അവസരങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഡിയൻസിനെ നമുക്ക് ഫേസ് ചെയ്യുന്ന വലിയ പ്രശ്നമില്ലാതായി തോന്നും. കാരണം ഇത് സൂമും കൂടെ ആണല്ലോ. ഒരു ഫോൺ വിളിക്കുന്ന ഒരു ഫീലേ നമുക്ക് വരുന്നുള്ളൂ. പിന്നീട് നമുക്കതിങ്ങനെ ഗ്രാജുവലി അത് ഇമ്പ്രൂവ് ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ വീഡിയോയിൽ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു എന്താ പറയാ, കഥ പറയാണ് ഞാൻ, ഒരു ചെറിയ കഥ പറയാണ്. അപ്പോൾ ആ എന്താ പറയാ, കണ്ണും നോക്കിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഫേസ് ടു ഫേസ് നിങ്ങളെ തന്നെ കാണുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. കുറച്ചുകൂടെ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇങ്ങനെ നമ്മളേതായ ഒരു സ്പേസിൽ ഇങ്ങനെ അടങ്ങിയിരിക്കുകയാണല്ലോ. ഭയങ്കര അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷമായി. ആ പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങളത് ഓപ്പൺ ആക്കിയപ്പോൾ അത് ഭയങ്കര മൈൻഡാട്ടോ. അതൊരു ഭയങ്കര മൈൻഡാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അൽഹംദുലില്ലാ. അപ്പോ ആ ഒരു രീതിയിലേക്ക് നമ്മൾ വരുമ്പോഴേ അത് ആ ഒരു ഇപ്പം എന്തൊരു രസമാണല്ലേ അത്. പിന്നെ പലപ്പോഴും ഞാൻ ക്ലാസ് ഒക്കെ എടുത്ത് കഴിയുമ്പം ചിലർ പറയും ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു, ക്ലാസ് കേട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ എനിക്ക് അവരെ തിരിച്ചറിയാൻ കഴിയില്ല. ചിലപ്പോൾ ഞാൻ ശബ്ദം കൊണ്ട് തിരിച്ചറിയും, അല്ലെങ്കിൽ എനിക്ക് അവരെ തിരിച്ചറിയില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. അയ്യോ, എനിക്ക് എന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരാളെ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കും. അപ്പോ ഇപ്പൊ നമുക്ക് ഒരാളെ കാണുമ്പോ എനിക്ക് അവരെ തിരിച്ചറിയണമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് രസമല്ലേ? അതേപോലെ തന്നെ ആ ഒരു ബന്ധവും നമ്മളുടെ ഒക്കെ ഒരു കണക്ഷൻ ഉണ്ട്, നമ്മളിലൊക്കെ ഉള്ള ആ ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു കണക്ഷനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമ്പോൾ ഒരു സ്നേഹവും ഒക്കെ നമുക്ക് ഉള്ളുന്നുണ്ടാവും. ഇൻഷാ അല്ലാ, ഒരുപാട് സന്തോഷം. പിന്നെ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിലും നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യും, ഇതിലേറെ ആളുകൾ ജോയിൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയാ, അറിവിന്റെ ഇത് നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമീൻ. വലൈക്കും അസ്സലാം. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറൻ.